കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്ന് ഇന്നലെ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. പിടികൂടുമ്പോൾ തന്നെ മുള്ളുവേലികളിൽ കുടുങ്ങി പരിക്കേറ്റ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ചത്തത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വെച്ച് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. അതേസമയം പടമലയിൽ അജീഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്ന അതേ പ്രദേശത്ത് ഇന്ന് രാവിലെ പ്രദേശവാസികൾ കടുവയെ കണ്ടു. പള്ളിയിൽ പോവുകയായിരുന്ന 3 പേരിലൊരാൾ തലനാരിഴയ്ക്കാണ് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആനകളെത്തുകയും കൃഷി നശിപ്പിച്ചിരുന്നുവെന്നും മരിച്ച അജീഷിന്റെ പിതാവ് പറഞ്ഞു. വയനാടിന്റെ പല മേഖലകളിലും കടുവാഭീതി ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി വടുവഞ്ചാലിൽ കാട്ടുപോത്ത് ഓടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് സർക്കാർ പരിഹാരം കാണാത്തതിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാണ്. സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ. ISI ISO അംഗീകാരവും 5 സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. സെൽ പ്രൈമിംഗ് പാംസ്, സെൻട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പാംസ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.